ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് ശരീരഭാരവും നല്ല ഉരുണ്ട കവിളുകളും വരാൻ സഹായിക്കുന്ന ഒരു നാടൻ നെയ്ക്കുറുക്കാണ്. ചില കുട്ടികൾക്ക് എത്ര ആഹാരം കൊടുത്താലും വണ്ണം വെക്കില്ല. കാരണം അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ കലോറി ഡെൻസിറ്റി കുറവായിരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ കുറുക്കിൻ്റെ ഒരൊറ്റ സ്പൂണിൽ തന്നെ കുഞ്ഞിന് ആവശ്യമായ നല്ല കൊഴുപ്പും കലോറിയും അടങ്ങിയിട്ടുണ്ട്. ഒരു നേഴ്സ് എന്ന നിലയിൽ ഈ കുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും ഇത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ എങ്ങനെയൊക്കെയാണ് പിടിക്കുന്നതെന്നും ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഈ വെയിറ്റ് ഗെയിൻ കുറുക്ക് ഉണ്ടാക്കാൻ വെറും 3 സാധനങ്ങൾ മാത്രം മതി. ആദ്യമായി നേന്ത്രപ്പഴമാണ്. കുട്ടികൾക്ക് വണ്ണം വയ്ക്കാൻ ഏറ്റവും മികച്ച പ്രകൃതിദത്ത ആഹാരമാണ് ഇത്. രണ്ടാമത്തത് നാടൻ പശുവിൻ നെയ്യാണ്. കുട്ടികളുടെ മസ്തിഷ്ക വളർച്ചയ്ക്കും പെട്ടെന്ന് കലോറി കൂട്ടാനും സഹായിക്കുന്ന നല്ല കൊഴുപ്പ് ആണിത്. മൂന്നാമതായി പൊടിച്ച കൽക്കണ്ടം അല്ലെങ്കിൽ കറുത്ത ശർക്കരപ്പാനി. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രം മധുരം ചേർത്താൽ മതി. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പഴത്തിൻ്റെ നാച്ചുറൽ മധുരം തന്നെ ധാരാളമാണ്. നെയ്ക്കുറുക്ക് ഉണ്ടാക്കേണ്ട കൃത്യമായ രീതി പറഞ്ഞു തരാം. ഇത് ഉണ്ടാക്കുമ്പോൾ പഴം വേവിക്കുന്ന രീതി വളരെ പ്രധാനമാണ്. ഒരു നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ആവിയിൽ നന്നായി പുഴുങ്ങിയെടുക്കുക. പഴം വെന്ത ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചോ മിക്സിയിലോ നന്നായി ഉടച്ച് പേസ്റ്റ് പരുവത്തിലാക്കുക. അതിനുശേഷം ഒരു പാനിൽ ഒരു ചെറിയ സ്പൂൺ നാടൻ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് ഉടച്ചു മാറ്റിയ പഴം ചേർത്ത് ചെറിയ തീയിൽ 2 മിനിറ്റ് നന്നായി വഴറ്റുക. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ ഒരൽപ്പം കൽക്കണ്ടം പൊടിച്ചത് കൂടി ചേർക്കാം. ചെറു ചൂടോടെ ഇത് കുഞ്ഞിന് കൊടുക്കാം. പഴം നെയ്യിൽ വഴറ്റുമ്പോൾ അതിലെ പോഷകങ്ങൾ കുഞ്ഞിൻ്റെ കുടലിന് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ പാകത്തിലാകുന്നു. നെയ്യിലെ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡുകൾ കുഞ്ഞിന് അമിതവണ്ണമല്ല, മറിച്ച് നല്ല ഉറപ്പുള്ള പേശികളും ശരീരപുഷ്ടിയുമാണ് നൽകുന്നത്. നേന്ത്രപ്പഴത്തിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. നെയ്യും പഴവും ഒന്നിച്ചു ചേരുമ്പോൾ കുഞ്ഞുങ്ങളുടെ വയർ എപ്പോഴും ക്ലിയർ ആയിരിക്കും. മലം കട്ടിയാകില്ല. കളിച്ച് ക്ഷീണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ഈ കുറുക്ക് നൽകിയാൽ അവർക്ക് ആവശ്യമായ കലോറി പെട്ടെന്ന് തിരികെ ലഭിക്കും. കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ്: പച്ച നേന്ത്രപ്പഴം വേണോ അതോ നന്നായി പഴുത്തത് വേണോ? ഇതിന് മറുപടിയാണ്: ഈ കുറുക്കുണ്ടാക്കാൻ എപ്പോഴും നന്നായി തൊലി കറുത്ത നേന്ത്രപ്പഴം തന്നെ ഉപയോഗിക്കണം. പച്ചപ്പുള്ള പഴം ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് വയറുവേദനയും ദഹനക്കേടും വരാൻ സാധ്യതയുണ്ട്. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം പരമാവധി 1/2 ടീസ്പൂൺ നെയ്യ് മാത്രമേ നൽകാവൂ. 1 വയസ്സ് കഴിഞ്ഞവർക്ക് 1 ടീസ്പൂൺ വരെ നൽകാം. അമിതമായാൽ കുഞ്ഞിന് വിശപ്പില്ലായ്മ വരും. അടുത്ത ചോദ്യമാണ്: രാത്രി കിടക്കാൻ നേരം ഇത് കൊടുക്കാമോ എന്ന്. നെയ്ക്കുറുക്ക് എപ്പോഴും രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 3 മണിക്കും ഇടയിൽ നൽകുന്നതാണ് നല്ലത്. രാത്രി കിടക്കാൻ നേരം കൊടുത്താൽ ഹെവി കലോറി ആയതുകൊണ്ട് കുഞ്ഞിന് ദഹിക്കാൻ ബുദ്ധിമുട്ട് വരികയും ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യാം. അടുത്ത ചോദ്യമാണ്: അണ്ടിപ്പരിപ്പ് പൊടി ചേർക്കാമോ എന്ന്. ഈ കുറുക്കിൻ്റെ ഗുണം ഇരട്ടിയാകാൻ ഇതിലേക്ക് ഒരു നുള്ളു ബദാം പൊടിയോ അണ്ടിപ്പരിപ്പ് പൊടിയോ ചേർക്കാം. എന്നാൽ ആദ്യമായി കൊടുക്കുമ്പോൾ നട്ട്സ് ഒഴിവാക്കി ഈ 3 ചേരുവകൾ മാത്രം നൽകുക. അടുത്ത ചോദ്യമാണ്: പച്ചയ്ക്ക് പഴം ഉടച്ചു കൊടുക്കുന്നതും ആവിയിൽ വേവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന്. അതായത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പഴം പച്ചയ്ക്ക് ഉടച്ചു കൊടുത്താൽ ചിലപ്പോൾ കഫക്കെട്ട് വരാറുണ്ട്. എന്നാൽ ഇത് ആവിയിൽ പുഴുങ്ങുമ്പോൾ ഇതിലെ അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ നശിക്കുകയും ദഹനം എളുപ്പമാവുകയും ചെയ്യും. കുട്ടികളിലെ ഗ്യാസ് ട്രബിൾ തടയാൻ ഒരു രഹസ്യം കൂടിയുണ്ട്. ഈ കുറുക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഏലക്കാപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. ഇത് പഴത്തിൻ്റെ സ്വാദ് കൂട്ടും എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് വയറ്റിൽ ഗ്യാസ് നിറയുന്നത് തടയുകയും ചെയ്യുന്നു. പരമാവധി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വെണ്ണ ഉരുക്കിയ നെയ്യ് ഉപയോഗിക്കുക. കടയിലെ നെയ്യിൽ പലപ്പോഴും എണ്ണകൾ കലർത്താറുണ്ട്. ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മധുരത്തിനായി വൈറ്റ് ഷുഗർ ഉപയോഗിക്കരുത്. ഇതിനു പകരം പഞ്ചസാര അടങ്ങിയ നാടൻ കറുത്ത ശർക്കരപ്പാനി ചേർക്കുന്നത് ചോര കൂടാൻ സഹായിക്കും. കുഞ്ഞിന് പനി ഉള്ളപ്പോൾ ഈ കുറുക്ക് കൊടുക്കാമോ എന്നൊരു അമ്മയുടെ സംശയമാണ്. കുഞ്ഞിന് പനിയോ വയറിളക്കമോ ഉള്ള സമയങ്ങളിൽ ഈ ഹെവി നെയ്ക്കുറുക്ക് ഒഴിവാക്കുക. ആ സമയങ്ങളിൽ ദഹനവ്യവസ്ഥ ദുർബലമായിരിക്കും എന്നതിനാൽ കഞ്ഞിവെള്ളമോ ലളിതമായ കുറുക്കുകളോ നൽകുക. ഈ കുറുക്ക് ആഴ്ചയിൽ 3-4 ദിവസം കൃത്യമായി നൽകിയാൽ 1 മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിൻ്റെ തൂക്കത്തിൽ നല്ല പ്രകടമായ മാറ്റം വരും.
അപ്പോൾ അമ്മമാരെ, കുഞ്ഞിന് വണ്ണം വയ്ക്കാൻ വിപണിയിലെ കൃത്രിമ പൗഡറുകൾക്ക് പുറകെ പോകാതെ ഈ മാന്ത്രിക നെയ്ക്കുറുക്ക് തന്നെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. കുട്ടികൾ ഇത് വളരെ കൊതിയോടെ കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.